പോവാത്തെ? ലച്ചുവേ, അവന്റെ നടത്തവും മട്ടും ഭാവവും ഒക്കെ കണ്ടാലേ നിന്നെയും കൊണ്ട് പോവോളെന്നാണ് തോന്നണം. അമ്മായിയൊന്നും നോക്കൂലട്ടോ, ഒരുമാതിരി വൃത്തിയോടെ സംസാരിച്ച് ചവിട്ടി കൂട്ടി ഞാൻ നോക്കിക്കോ. എടാ, ഞാൻ അങ്ങനെ പറഞ്ഞല്ല, എന്തോ ഒരു വശപ്പശകില്ലേ അവന്. ഞാനൊരു കാര്യം പറയട്ടെ? അമ്മ ധൈര്യമായിട്ട് പറമ്മ. എനിക്ക് ആ പയ്യനെ കണ്ടിട്ടേ ഒരു പാവമായിട്ടാ തോന്നി, ഒരു സാധു. എല്ലാരോടും സ്നേഹവും വിനയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എന്തൊരു തങ്ങേര് ഒരുമാതിരി സത്യമാശ ഇടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണേ. അതേ, എന്തായാലും നേരെ കുറച്ച് തെറ്റി കിടക്കുകയാണ്. വാ, അങ്ങോട്ട് പോയി നോക്കാം. മോനെ. എന്താ അമ്മേ? അല്ല, മോനെ അവിടുന്ന് പോവാന്ന് പറഞ്ഞിറങ്ങിയിട്ട് പിന്നെന്താ പോവാഞ്ഞേ? ഞാൻ ഈ മാവിച്ചൂടെ കണ്ടപ്പോ കുറച്ച് കാറ്റൊക്കെ കൊണ്ട് പോവാന്ന് വിചാരിച്ചു. കാറ്റ് കൊണ്ട് കഴിഞ്ഞായിരുന്നു? ഏയ്, കഴിഞ്ഞിട്ടില്ല. ഞാൻ കുറച്ചേരം കൂടെ ഇവിടെ കറങ്ങിയിട്ട് അങ്ങ് പൊക്കോളാം. ലക്ഷ്മി, ഒന്നുമില്ല. അല്ല, എന്താ പറയാമെന്ന പോലെ തോന്നി. ചേട്ടൻ പറ. ഒന്നുമില്ല അളിയ. ആളി. അതെ, ഞാൻ ഈ ഭാഗത്തൊക്കെ വരുമ്പോ നിങ്ങക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീട്ടിലോട്ടൊന്ന് ഇറങ്ങിക്കോട്ടെ. ബുദ്ധിമുട്ടാവും? അല്ല, ചേട്ടന് ഇങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ ബുദ്ധിമുട്ടാവൂലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ലക്ഷ്മി, ഒന്ന് വരാമോ? വരാൻ എനിക്ക് സൗകര്യമില്ല. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യം? പേഴ്സണലാ. പ്ലീസ് ഒന്ന് വരൂ. ചെല്ല്, പബ്ലിക്കുട്ടൻ എന്തോ പറയാനുണ്ടെന്ന്. എന്താ? അങ്ങോട്ട് നിൽക്കാം. ലക്ഷ്മി, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണെന്ന്. തുറന്നു പറഞ്ഞോ? ലക്ഷ്മി പെണ്ണിന്റെ ശേഷം ഞാൻ 21 പെൺകുട്ടികളെ പെണ്ണ് കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല, ഒരു വൈബ് കിട്ടിയില്ല. അത് കുഴപ്പമില്ല, അച്ഛനും മോനും കൂടെ കുറച്ച് നാളും കൂടെ പെണ്ണുണ്ടാ മതി. അപ്പൊ ഏതെങ്കിലും നല്ല പെമ്പിള്ളേരെ കിട്ടിക്കോളും, വൈബ് സെറ്റ് ആവുന്നത്. അങ്ങനെയല്ല, എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല ചേട്ടന്റെ പ്രശ്നം എന്താണെന്ന്. എനിക്കിപ്പോ എന്റെ പ്രശ്നം മനസ്സിലായി. എനിക്കെന്തോ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് അന്ന് മനസ്സിലായായിരുന്നു. ഒരു കാര്യം പറയട്ടെ, ഉപദേശം തോന്നരുത്. ലക്ഷ്മി എന്തോടാ പറഞ്ഞോ? അതെ, ഇനി പെണ്ണ് കാണാനൊക്കെ പോകുമ്പോഴേ ദയവ് ചെയ്ത് മുണ്ടെടുക്കരുത്. ലക്ഷ്മി ഷോളി മുണ്ടെടുക്കൽ നിർത്തി. ഞാൻ ഫുള്ള് ജീൻസ് പോരെ. പക്ഷെ എന്റെ പ്രശ്നമൊന്നുമല്ല. ഞാൻ എവിടെ പെണ്ണ് കാണാൻ പോയാലും എന്റെ മനസ്സിൽ ഒരേ ഒരാളുടെ മുഖേ ഉള്ളൂ. ആരും ചോദിക്കണ്ട, എനിക്കറിയാം. എന്നാലും ചോദിക്ക്. വേണ്ട. എന്നാ ഞാൻ പറയാം. ലച്ചുവിന്റെ. ലച്ചു ടെൻഷൻ അടിക്കണ്ട, ഒരു പ്രശ്നവും ഇല്ല. ഇനി സിദ്ധു ഗൾഫിൽ നിന്ന് വന്നില്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി, ഞാൻ ഉണ്ടാവും. പിന്നെ ഈ മുഖം എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് പതിഞ്ഞുപോയി. ലച്ചുവിനെയും കൊച്ചിനെയും ഞാൻ നോക്കിക്കോളാം. സിദ്ധു പെട്ടെന്നൊന്നും വരല്ലേ. ലച്ചുവിനെയും കൊച്ചിനെയും അയാള് നോക്കിക്കോളാവുന്നു. ഇങ്ങനെ എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിച്ചില്ലെങ്കിൽ നമുക്ക് പണിയാവും. സിദ്ധു. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.